CC പ്ലാന്റിന്റെ റൂട്ട് ഉണ്ടോ? റൂട്ടെല്ലാം വെളിച്ചാടി വന്നു, ചട്ടി പൊട്ടിച്ച് വെളിച്ചാടി. അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ചെടീനെ രക്ഷ എടുത്തതാണ്. ചെടിക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ ആക്കി വീഡിയോ എടുക്കുന്നേ. ചെടി ഡാമേജ് ആക്കാതെ നമ്മൾ ചട്ടിയെ പൊട്ടിച്ചെടുക്കും. പൊട്ടിക്കണ്ട, ചട്ടി അല്ലാതെ തന്നെ പൊട്ടും. വീട്ടിലിടുന്നുണ്ട്, അല്ലാതെ തന്നെ പൊട്ടും. ഇടയിൽ കൂടെ ഒരു കുഞ്ഞു ചെടിയും കൂടെ നിൽക്കും. നമുക്ക് ആവശ്യമുള്ള ചെടിയാണ്. ചട്ടിന്ന് ഇളക്കിയെടുക്കാം. ഇത് എടുക്കുന്നേ. എൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞു ചാനലാണ്, സപ്പോർട്ട് ചെയ്യണം. താര ഫുള്ളൊടി അവിടെ ഒരു വര അടക്കമുണ്ട്, അത് മുതൽ വെട്ട്. ആ ചെടി ചീത്താവില്ലേ? എൻ്റെ കുഞ്ഞിപ്പെണ്ണാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത് പൊട്ടിച്ചിട്. ഓക്കെ, രക്ഷപ്പെടുത്തി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ബ്ലാക്ക് CC പ്ലാന്റിനെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആണ്. അതിൻ്റെ സ്ട്രഗിളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല കേട്ടോ, ബാക്കി വരുന്നുണ്ട്, കണ്ടോളൂ. ആ പോട്ടിൽ നിന്ന് റൂട്ട് ബൗണ്ടായി നിൽക്കുവാണ്. ചെടിയെ നമ്മൾ രണ്ടാക്കും, പതുക്കെ രണ്ടാക്കണം. പറ്റൂലെന്ന് ഈ പ്ലാന്റ് ആ ചട്ടിയിൽ നിൽക്കൂല ഇനി. അപ്പോൾ രണ്ട് ചട്ടിയിലായിട്ട് വെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ ഈ നടത്താൻ പോകുന്നത്. എൻ്റെ ക്യാമറ ഗേൾ എൻ്റെ മോളാണ് കേട്ടോ. മോക്കപ്പോഴേ ഡൗട്ട് തോന്നി, പറ്റൂലെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യത്തെ ടാസ്കിന് ശേഷം രണ്ടാമത്തെ ടാസ്കിലോട്ട് പോവുകയാണ്. ചെടിയെ രണ്ടായിട്ട് റൂട്ടോടെ ഡാമേജ് ആവാതെ രണ്ടാക്കുക എന്നുള്ളത്. ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുവാണ് എങ്ങനെ ഇതിനെ രണ്ടാക്കാന്നുള്ളത്. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അതിപ്പോൾ കാണാം. പുറത്തുള്ള റൂട്ട്സ് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുവാണ്. അപ്പം അകത്തൊരു സംഭവം കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? വലിയൊരു സാധനം ഉണ്ട് അതിൻ്റെ അടിയിൽ, വലിയൊരു ബൾബുണ്ട്. അതിന് നമ്മളാക്കാൻ പാടില്ല, അത് അതിൻ്റെ മെയിൻ സാധനമാണ്. മാറ്റം അതൊന്നും ഡിവൈഡ് ചെയ്യണം. രണ്ട് മെയിൻ സാധനം ഇല്ലല്ലോ. രണ്ട് മെയിൻ സാധനം ഇവര് ഒരു ചെടിയല്ലേ, പിന്നെ അതിന് ഡിവൈഡ് ആക്കുന്ന ഇത് ഒരു ചട്ടിയിൽ നിൽക്കൂല. അതുകൊണ്ട് രണ്ട് ചട്ടിയിലാക്കാന്ന് വിചാരിച്ചു. വലിയ ചട്ടിക്കൂടെ? ചട്ടി വലിയ ചട്ടി ഇല്ല, അതാണ് പ്രശ്നം. ഒഴിഞ്ഞത് വേണ്ടേ? ചട്ടി വലിയ ഒഴിഞ്ഞ ചട്ടി ഇല്ലാത്തതായിരുന്നു എൻ്റെ പ്രശ്നം. അങ്ങനെ ഞാൻ മാക്സിമം നോക്കി. ഒരു വലിയ ഷൂട്ടിനെങ്കിലും റൂട്ടോടെ മാറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അത് നടന്നില്ല. അങ്ങനെ പണിയെടുത്ത് ഉപ്പാട് വന്നു. ഞാൻ കുറച്ച് നേരം പാസ്സാക്കിയിട്ട് ലാസ്റ്റ് ടൈം ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റി നോക്കുവാണ്. ആ ബൾബിനെ മാത്രമായിട്ടും ബൾബ് ഇല്ലാത്ത സ്ഥലങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നടുക്കൊരു വലിയ ബൾബാണുള്ളത്. ഇതൊരു 3 വർഷത്തിൽ കൂടുതലായ ഒരു CC ആണ്, ബ്ലാക്ക് CC പ്ലാന്റ് ആണ്. അപ്പോൾ ആദ്യം ഇരുന്ന ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റി വലിയൊരു ചട്ടിയിലോട്ട് മാറ്റി. പക്ഷേ അതിന് ശേഷവും വലിയ ചട്ടിയിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് വേറൊരു ചട്ടിയിലും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഞാൻ ആ സത്യം മനസ്സിലാക്കി, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ ഇനി നടക്കില്ല, അവർ ഒരമ്മ പെറ്റ മക്കളാണ്. അങ്ങനെ ഞാൻ വലിയ ചട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിനായി പോവുകയാണ്. അങ്ങനെ ചട്ടിയൊന്നും കിട്ടിയില്ല, ഒഴിഞ്ഞ ചട്ടിയൊന്നുമില്ല. എല്ലാ ചട്ടികളിലും ചെടികൾ നിറഞ്ഞിരിക്കുകയാണ്. ചെടി ഒട്ടും ഡാമേജ് ആക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ അത്രയും സൂക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ്. ടടാ, ഞാൻ കണ്ടുപിടിച്ച പോട്ട് കണ്ടോ?
ഇത് ശരിക്കും ഫിഷ് ബോളാണ് കേട്ടോ, ഒരു വലിയ ഫിഷ് ബോളാണ്. നേരത്തെ ഇതിൻ്റെ അകത്ത് മീനെ വളർത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പം മീനൊന്നും ഇല്ല. ഞാൻ എന്തെങ്കിലും ടെററിയം ആക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. മുകളിലിരിക്കുമായിരുന്നു. കുറേ തപ്പി നടന്ന് ലാസ്റ്റ് ഞാൻ സ്ലാബിൻ്റെ മുകളിൽ ഇരുന്ന് ഇവനെ തന്നെ പൊക്കി. എന്തായാലും ലാസ്റ്റ് റിസൾട്ട് എനിക്കിഷ്ടമായി. നിങ്ങൾ കണ്ടു നോക്കിയതിന് ശേഷം പറയാം എങ്ങനെ ഉണ്ടാവുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആരും ചെയ്യുന്നില്ല. ചാണകപ്പൊടി എല്ലാം ഉണ്ട്, എല്ലാ രീതിയും മണ്ണുണ്ട്. കുറച്ച് ലാസ്റ്റ് കുറച്ച് മണ്ണ് കൂടി ഇടും. ഇത് കാണിച്ചോ, മണ്ണ് ഇട്ടു. പിന്നെ മണ്ണ് ഫിഷ് ബോർഡിൽ മണ്ണ് നിറയ്ക്കാണ് കേട്ടോ. പോട്ടി മിക്സും നോർമൽ ഗാർഡൻ സോയിലും കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിറയ്ക്കുവാണ്. കൊക്കോപ്പീറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടും. അതുകൊണ്ട് മണ്ണ് നിറയ്ക്കാനും അതൊക്കെ ചെടി വെക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, നമ്മൾ ബേസ് ശരിയാക്കി. തിരിച്ചിനി ഇതിന് എടുക്കാൻ പാടായിരിക്കും, പൊട്ടിച്ചെടുക്കണം. ചെടി വലുതായി പോയാൽ പാടാണ്. അതൊക്കെ പക്ഷെ പൊട്ടിച്ചെടുക്കണം ഭയങ്കര വലുതായപ്പോൾ. പിന്നെ കാട്ടിക്കൊണ്ട് വെക്കണം. ഭയങ്കര വലുതായപ്പോൾ ഇതും കാട്ടി വലുതായി. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് തോന്നുക. ഇനി തുള്ളി വെള്ളവും കൂടെ ഒഴിക്കണം അമ്മ. ഇനി ഇങ്ങനെയുള്ള ബൗളുകളല്ലെങ്കിൽ താഴെ ഡ്രെയിനേജ് ഹോളില്ലാത്ത ചട്ടികൾ എടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നത് നന്നായിട്ട് സൂക്ഷിക്കണം. വെള്ളം കൂടാൻ പാടില്ല, റൂട്ട് അഴുകി പോവും. അതുകൊണ്ട് അളന്നും കുറിച്ച് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. അത് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ വെച്ചിരുന്ന പോട്ടിലും ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത പോട്ടിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇങ്ങനെ നമ്മൾ CC പ്ലാന്റിന് റീപോട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പുതിയ ചട്ടി? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മൾ CC പ്ലാന്റിനെ കൊണ്ട് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സേഫായിട്ട് ഇരിക്കണ്ടോ? മുകളിൽ നോക്കി വെച്ചെന്താന്ന് വെച്ചാൽ ഒന്ന് തട്ടിയിടാതിരിക്കണം. ഇവിടെ പൂച്ച ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നല്ല ലുക്കുണ്ട്, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ലാസ്റ്റ് വരെ ആരും കാണുന്നുണ്ടാവില്ല, എന്നാലും ലാസ്റ്റ് വരെ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക് യു. ബൈ, ഹാവ് എ നൈസ് ഡേ.